എനിക്ക് ഇവനൊക്കെ പറയുന്ന കേട്ടാൽ എനിക്ക് വെറും രോമമില്ല. ഇതാണ് എടാ, നീ അമ്മായിന്നോ മാമാന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചാലും എനിക്കിത് ഇതാണ് രോമം ഇല്ല കയ്യിലൊന്നും. നമ്മളൊന്നല്ലേ ഞാൻ ഇങ്ങനെ സ്കൂൾ ചെയ്ത് കൊടുത്തു, കാണാനേ താല്പര്യമില്ല ഒന്നും അതിനെ കുറിച്ച്. നോട്ട് ഇൻട്രസ്റ്റ് ഒക്കെ കൊടുത്തോളെ ഇടയ്ക്ക്. കിച്ചു പറയാനുള്ള ഭാഗമല്ല കിച്ചു പറയുന്നുണ്ട്. ഫോണൊക്കെ തെറിച്ചോണ്ടല്ലോ എനിക്ക്. എന്തായാലും ഞാൻ ചെറുതായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഈ ഗോസിപ്പൊക്കെ. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോന്നേ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ രേണുസുധിയുടെ ലൈവാണ്. ഇങ്ങനെയുള്ളൊരു ടോപ്പിക്കൊക്കെ എടുക്കണ്ടെന്നൊക്കെ വിചാരിക്കും കേട്ടോന്നേ. പക്ഷേ ഇങ്ങോട്ടല്ലോ ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും അങ്ങ് പ്രതികരിച്ച് പോവും അറിയാതെ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും കൊണ്ടുവരുന്നത്. ചില കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് ചില രേണുസുധിക്ക് ഒരുപാട് ഇപ്പോഴും ഇപ്പോൾ എനിക്കൊന്ന് പഴയ പോലെ രേണുസുധിക്ക് ഇപ്പോൾ ആരും അങ്ങനെ സപ്പോർട്ട് ചെയ്ത് ചീത്ത വിളിക്കാൻ ആരും അങ്ങനെ നടക്കുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ കുറേയൊക്കെ ആൾക്കാർക്കൊക്കെ മനസ്സിലായി തുടങ്ങി ഇത് രേണുവിൻ്റെ ഭാഗത്തും നല്ലപോലെ തെറ്റുകളുണ്ട് എന്ന് മനസ്സിലായി തുടങ്ങിയതുകൊണ്ടായിരിക്കാം ഇപ്പോൾ പഴയ പോലെ ആൾക്കാർ വന്ന് ആരെയും അങ്ങനെ വലിയതായിട്ട് നെഗറ്റീവ് പറയാൻ വരുന്നില്ല ഇതിൻ്റെ സത്യങ്ങൾ പറയുന്നവരുടെ അടുത്ത്. മറ്റേത് അങ്ങനെയല്ല, വാ തുറക്കാൻ ഒക്കത്തില്ലായിരുന്നു. വാ തുറന്നാൽ പറയാം പാവം ജീവിച്ചു പോക്കോട്ടെ, നീയൊക്കെയാണ് ചിലവിന് കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞു വരും. അപ്പം അതൊക്കെ ഒരു സൈഡിൽ കിടക്കട്ടെ. രേണു ഒരു ലൈവ് പോയി. പക്ഷേ ഇത് നമുക്കല്ലാതാണ് ലൈവ് ഇപ്പോൾ കിട്ടുക. എനിക്ക് രേണു തന്നെ ഇത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ആ ലൈവിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഞാൻ ഇൻസ്റ്റയിൽ ഇടുന്ന വീഡിയോ ആണ് നേരെ ഫേസ്ബുക്കിലൂടെ കയറുന്നത്. നീയൊക്കെ എന്താ ഓർത്ത ഞാൻ നിന്റെയൊക്കെ കമന്റ് കുത്തിയിരുന്ന് വായിച്ച് എനിക്കങ്ങ് വിഷമാവുന്നു. കോപ്പ് വിഷമാവും രേണുസുധിക്ക്. രേണുസുധി എന്ന് പറയുന്നൊരു വ്യക്തി, നീയൊക്കെ എൻ്റെ ഒരു പകുതി കേട്ടെങ്കിൽ നീയൊക്കെ ഇങ്ങനെ നിൽക്കുമോ? എനിക്ക് തോന്നുന്നില്ല. ഞാൻ നല്ല ഒന്നാന്തരം ധൈര്യമുള്ള പെണ്ണായതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഞാൻ കേട്ടതിൻ്റെ 1% നീയൊക്കെ കേൾക്കുമോ? അമ്മായിമാരും ഒന്ന് കേട്ട് നോക്കിക്കേ. നീയൊക്കെ നിൽക്കത്തില്ലല്ലോ, ഓടും കുറ്റിയും പറിച്ചോണ്ട്. രേണുസുധി അങ്ങനല്ല. ഇതൊക്കെ മേലെ കേട്ടിട്ട് ഈ പറഞ്ഞവരും ഇവരും എല്ലാവരും അല്ലാത്തവർ ചുമ്മാ നോക്കി നിൽക്കുന്നവരും നോക്കുകൂലി ആകുന്നവരും എല്ലാവരും എനിക്കിട്ടിട്ട് രേണുസുധി എന്നൊരു 5 അടി ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. 4 അടിയൊക്കെ കാണത്തേ ഉള്ളൂ. എനിക്ക് ആകെ ഇച്ചിരേ ഉള്ളൊരു സാധനം 40 കിലോ അത്ര ഉണ്ടെന്ന് തോന്നുന്നു. ആ ഒരു വ്യക്തിയെ ഇട്ട് ഈ ലോകമെമ്പാടുമുള്ള മലയാളി കുറേ അമ്മാവന്മാരും മാമിമാരും കുറേ ഫേസ്ബുക്കും പൊട്ട കുറേ ഫേക്ക് ID ചെറ്റകളും കിടന്ന് എന്നെ ഇട്ട് തെറി പറയുന്നൊക്കെ എന്തോ വലിയ സംഭവമാണെന്ന് വെച്ചിട്ട് നിന്റെയൊക്കെ വീട്ടിൽ വന്ന് ഞാൻ എന്തേലും തോന്നിവാസം കാണിച്ചോ? നിന്റെയൊക്കെ വീട്ടിൽ വന്ന് ഒന്നും കാണിക്കുന്നില്ലല്ലോ. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കാര്യത്തിന് റിപ്ലൈ പോലെ നമുക്ക് പറയാം. കാര്യം വെച്ചാൽ രേണു പറയുന്നുണ്ട്, രേണു 4 അടി 5 അത്രയൊക്കെ ഉള്ളൂ, വെയിറ്റും 40 ഉള്ളൂ. ഒരാളുടെ വെയിറ്റിലും ഹൈറ്റിലും അല്ല ഒരാളെ നമ്മൾ എന്തെങ്കിലും പ്രതികരിക്കുന്നത്. അവരുടെ വായി തരുന്ന വാക്കുകളിലാണ് നമ്മൾ പ്രതികരിക്കുന്നത്. അപ്പോൾ ഹൈറ്റും വെയിറ്റും വെച്ച് ആരും പ്രതികരിക്കാൻ പോകുന്നില്ല. അതൊക്കെ അവരുടേതായ കാര്യങ്ങളാണ്. ആ ഹൈറ്റും വെയിറ്റും എന്നൊക്കെ പറഞ്ഞത്. അത് ചിലർക്ക് ഹൈറ്റ് കൂടുതൽ കാണും, ചിലർക്ക് ഹൈറ്റ് കാണത്തില്ല, ചിലരൊരു മീഡിയം ഹൈറ്റിലായിരിക്കും പോകുന്നത്. അതൊക്കെ പലരുടെ ഇതാണ്. അതിലല്ല രേണുവിനെ പറയുന്നത്. രേണു ചോദിക്കുന്നുണ്ട് ഞാൻ നിൻ്റെയൊക്കെ വീട്ടിൽ വരുന്നുണ്ടെന്ന്. ഈ ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ പറയുന്ന സാധനങ്ങൾ നമ്മൾ ചാർജ് ചെയ്ത് പൈസ കൊടുത്ത് നെറ്റ് ചാർജ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനകത്തോട്ടൊക്കെ ഒന്ന് കയറുന്ന സമയത്ത് എടുക്കുന്നത് ഇതാണ് വരുന്നതെന്ന് അറിയുമ്പോഴത്തേക്ക് മനുഷ്യർക്ക് ദേഷ്യം വരും. ഈ ഒരു ലൈവിൽ പോലും രേണുവിനെ വന്ന് രേണു പറയുന്നുണ്ട് രേണുവിൻ്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും കുറേ കഴിയുമ്പോൾ നിർത്തും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് ശരിയാണ്, പച്ചത്തെറിയാണ് വിളിക്കുന്നത്. ഞാനും കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയ്ക്ക് അദ്ദേഹം പറയുകയും ചെയ്തു, അവർക്ക് 2 മക്കളുണ്ടെന്നെങ്കിൽ ആൾക്കാർ വിചാരിക്കണം ഇതുപോലെ വരെ തെറി വിളിക്കാതെ എന്ന് ഞാനും പറഞ്ഞായിരുന്നു. പക്ഷെങ്കിൽ മനുഷ്യർ വിളിച്ചു പോകുന്ന രീതിക്കുള്ള ആണ് രേണു കിടന്ന് കാണിക്കുന്നത്. അല്ലെങ്കിൽ രേണുവിനൊരു കാര്യം ചെയ്യാം, രേണുവിന് ഇതുപോലെ തെറി വിളിക്കുന്നവരുടെ പേരിൽ ഒരു പരാതി കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. കാര്യം പരാതി കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ പേരിലൊക്കെ പരാതിയൊക്കെ കൊടുക്കുക. പക്ഷെ അത് തേഞ്ഞു മാഞ്ഞു, അത് പ്രത്യേകിച്ച് ഒരു ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ പോയി. അതുപോലെ തന്നെ ഹനാൻ അത്രയും മോശമായിട്ട് ഇതൊക്കെ തെറിയല്ലേ പറയുന്നുള്ളൂ, ഇതിനൊക്കെ വൃത്തിയായിട്ട് വാക്കുകളാണ് ഹനാൻ പറഞ്ഞത്. അത് ആരാ പറഞ്ഞതെന്നുള്ളത് വ്യക്തമായിട്ട് വോയിസും കാര്യങ്ങളും എല്ലാം തെളിവ് സഹിതം ഉണ്ടായിട്ട് രേണു ഒരു കേസിനും കാര്യത്തിനും പോയിട്ടില്ല. പിന്നെ ഇതിനകത്ത് തെറി വിളിക്കുന്നവരെ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു പബ്ലിക്കായിട്ട് ഒരിടത്ത് വന്ന് നമ്മൾ എന്നൊരു കാര്യം പറഞ്ഞാൽ, ഈ പറഞ്ഞ ഞാനാണെങ്കിൽ പോലും ഒരു കാര്യം പറഞ്ഞാൽ അത് പലർക്കും പല അഭിപ്രായങ്ങൾ കാണും. ചിലർ സൈഡ് പറയുന്നവർ കാണും, ചിലർ നെഗറ്റീവ് പറയുന്നവർ കാണും, അങ്ങനെ പല ഇതും കാണും. രേണുവിനെ തെറി വിളിക്കുന്നതെന്നും പറഞ്ഞിട്ട് രേണു ഇപ്പോൾ ഇതിലൂടെ വന്ന് പറഞ്ഞതിൻ്റെ താഴെ രേണു ഇട്ട ഈ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഇതായിട്ട് കിടക്കുന്നത്. ഇതിൻ്റെ താഴെ വന്ന് നോക്കണം. സ്ത്രീകളാണ് ഏറ്റവും മോശമായിട്ട് രേണുവിനെ പറ്റി പറഞ്ഞേക്കുന്നത്. പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് ഏറ്റവും മോശമായിട്ട് പറഞ്ഞേക്കുന്നത്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ നിസ്സാര കാര്യമേ ഉള്ളൂ. ആ ഒരു വീടിൻ്റെ വിഷയമാണ് രേണുവിന് ഇത്രയും നെഗറ്റീവ് ആക്കി കളഞ്ഞത്. രേണു അതെടുത്തിട്ട് ഓരോ കാര്യങ്ങളും പറയുന്നതിൻ്റെയാണ് രേണുവിനെ ചീത്ത വിളിക്കുന്നത്. വീട്ടിൽ വന്ന് ഒന്നും കാണിക്കുന്നില്ലല്ലോ.
എന്തെങ്കിലും കളിയടാ, ഞാൻ അമ്മായി ആയിക്കോട്ടെ, നീ ആരാ? നീ ഒരു വെറും എന്താ പറയുക, ഒരു പ്രൊഫൈലും ഇല്ലാത്ത ഒരുത്തനല്ലേ. നീ മര്യാദയ്ക്ക് നിന്റെ പ്രൊഫൈലിൽ വാ. ഇല്ല, ഞാൻ ഹായ് ആർക്കും തരാനല്ല കേട്ടോ ഞാൻ വന്നത്, ഈ ഒരു കാര്യം പറയണം, എല്ലാവർക്കും ഹായ്. അപ്പം എന്താ പറയാ, ഇല്ല, ഈ മാമിമാരുടെ വിചാരം ഇതൊക്കെ കേൾക്കും. എന്നെ അങ്ങ് ആ കൂട്ടിയും പൂക്കുട്ടിയും അങ്ങ് പച്ചയ്ക്ക് തെറി വിളിക്കുക ഇവന്മാരതിന് മാന്യന്മാരായിട്ട് ജോലി ചെയ്യുന്നു, കൊച്ചുമക്കളോട് എന്നെ സ്നേഹിക്കുന്നു, മക്കളെ മരുമക്കളെയൊക്കെ അവർക്കൊക്കെ നല്ല ഗ്രാൻഡ് പേരൻസ് ആയിട്ട് ഇവർ വീട്ടിൽ നിൽക്കുക. പക്ഷെ അവരുടെ ഫേസ്ബുക്ക് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. എന്നെ വിളിക്കുന്ന തെറി, ഈ രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ വിളിക്കുന്ന തെറി, നിങ്ങൾ കൊച്ചുമക്കള്, വിവരമുള്ള കൊച്ചുമക്കളുണ്ടല്ലോ, അവരതുപോലെ മരുമക്കളുണ്ടല്ലോ, അവർ നിങ്ങളുടെ ഈ മാമന്മാരുടെ ഫോൺ എടുത്തൊന്ന് ചെക്ക് ചെയ്യുക. എന്താണ് ഇവർ കാട്ടിക്കൂട്ടുന്നത് എനിക്ക് മനസ്സിലായി. ഈ ഫേസ്ബുക്ക് മാമന്മാരും മാമിമാരും ഉപയോഗിക്കുന്നതെന്ന് രേണുവിനോട് ആരാ പറഞ്ഞത്? അതിനകത്ത് കൂടുതലും ചെറുപ്പക്കാർ പിള്ളേരാണ് കൂടുതലായിട്ടുള്ളത്. കാര്യം അവർക്കൊരു സോഷ്യൽ മീഡിയയാണ്, അതിനകത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ എല്ലാതെയും വരും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കോട്ടൊക്കെ ഇതൊക്കെ വരുമ്പോൾ അവരാണ് ഇപ്പോൾ ഈ രേണു ഇത് എല്ലാവരും തിരിച്ച് ഈ മാമന്മാരും മാമിമാരും എന്നൊക്കെ വിളിക്കുന്നതെന്ന് വെച്ചാൽ രേണുവിനെ അങ്ങനെ വിളിച്ചതുകൊണ്ടാണ് രേണുവിന് ഭയങ്കര ദേഷ്യമായിപ്പോയത്. അതുകൊണ്ടാണ് തിരിച്ച് ഈ മാമന്മാരും മാമിയരും എന്നൊക്കെ പറഞ്ഞത്. രേണു ഒരുപാട് ഇതായിട്ട് പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസം പറയുന്നതായിട്ട് ഫ്ലൈറ്റും എയർപോർട്ടും കാണാത്തവന്മാരാണ് കമൻ്റ് ഇടാൻ വരുന്നതെന്ന്. ഈ പറയുന്ന എന്നാണ് ഇത് കണ്ടതെന്നൊന്ന് ചിന്തിക്കണം. പ്ലെയിൻ പോയപ്പോഴത്തേക്ക് കിളി പോയെന്നും പറഞ്ഞ് കല്ല് പെറുക്കി എറിഞ്ഞവരാന്ന്. ഈ മാതിരി രേണുവിനത് കോമഡി ആയിട്ട് തോന്നില്ല, പക്ഷെ മറ്റുള്ളവർ തിരിച്ചു തരുന്ന റിപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, രേണു സഹിക്കില്ല, താങ്ങാൻ പറ്റുന്നത്. അതിൻ്റെ താഴെയൊക്കെ വന്നിരിക്കുന്ന കമൻറ്റ് ശരിയാണ്. ഫേസ്ബുക്കിൽ ചിലപ്പോൾ രേണു തന്നെ പറയുന്നുണ്ട്, ഫേസ്ബുക്കിൽ നിങ്ങൾ പറയുന്നതിൻ്റെ ബാക്കിയാണ് അവർ പറയുന്നത്, അല്ലാതെ ചുമ്മാ നിൽക്കുന്ന ഒരാളെ വന്നേച്ച് ആൾക്കാരുടെ ചീത്ത വിളിക്കുകയല്ല ചെയ്യുന്നത്. രേണു തിരിച്ച് ഓഡിയൻസിന് കൊടുക്കുന്നത് അതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് രേണു ഇട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് രേണുവിന് ഇതുപോലെ പറയുന്നത്. ഇത് ഓരോരുത്തരും ഇതുപോലെ കിടന്ന് പറയെടുക്കുകയെല്ലാം ചെയ്യുന്നു. ഓക്കെ, സ്വന്തം മോൻ തന്നെ പറഞ്ഞു തന്നെ അത് രേണു കേട്ടതല്ലേ? അത് കേട്ടിട്ടില്ലാത്ത ആരെങ്കിലും കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനിപ്പോൾ വീഡിയോയിലൂടെ കാണിക്കാം. ഈ കിച്ചു സ്വന്തം അമ്മയുടെ കാര്യം പറഞ്ഞതാണ്. കിച്ചു രേണുവിൻ്റെ ഒരു വീഡിയോ വന്നാൽ കിച്ചു ചെയ്യുന്ന എന്നാന്നുള്ള കാര്യം. അപ്പോൾ പിന്നെ മറ്റുള്ളവരെ പറഞ്ഞിട്ട് കാര്യമുണ്ട്? സ്വന്തം വീട്ടിലുള്ളവർക്ക് പോലും രേണുവിനെ സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതല്ലേ ഇതിനർത്ഥം. സ്വന്തം വീട്ടിലുള്ളവർക്ക് പോലും അത് സഹിക്കാൻ പറ്റുന്നില്ല, അപ്പോൾ പുറത്തുള്ളൊരു രേണുവിനെ സഹിക്കണമെന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കാറില്ല. ഞാൻ വരുവാണേലും റീലൊക്കെ ഇങ്ങനെ കണ്ട് റീലൊക്കെ വരുന്ന എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണും. ഇല്ലെങ്കിൽ നമ്മളൊന്നാലും ഞാൻ ഇങ്ങനെ സ്കൂൾ ചെയ്ത് കൊടുത്തു. കാണാനേ താല്പര്യമില്ല ഒന്നും അതിനെക്കുറിച്ച്. നോട്ട് ഇൻട്രസ്റ്റൊക്കെ കൊടുത്തു ഇടയ്ക്ക്. കിച്ചു പറയാനുള്ള ഭാഗമല്ല കിച്ചു പറയുന്നുണ്ട്. നമ്മളെല്ലാം അറിയാം, പേടിയാ, അപ്പോഴേ ഫോണൊക്കെ തെറിച്ചോണ്ടല്ലോ എനിക്ക്. കേട്ടല്ലോ, ഇതാണ് സ്വന്തം മോൻ പറഞ്ഞേക്കുന്നത്. ഫോൺ വരെ കൈ തെറിച്ച് പോയിട്ടുണ്ട്. അപ്പം മറ്റുള്ളവർ നെറ്റും ചാർജ് ചെയ്ത് അവർ ഫോണിലേക്ക് കയറുമ്പോഴത്തേക്ക് ഇത് തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ നിങ്ങളിങ്ങനെ ഓവറായിട്ട് വീഡിയോ ഇടാതിരിക്കുക, മറ്റുള്ളവരെ കൊണ്ട് ഇടിയിപ്പിക്കാതെ ഇരിക്കുക. നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങളല്ല ഇടുന്നത്, നിങ്ങളറിയാതെ ഒരിക്കലും നിങ്ങളുടെ വീഡിയോസൊന്നും ആരും പുറത്തോട്ട് ഇതായിട്ട് ഇടത്തില്ല. നിങ്ങളുടെ പുറകെ കുറേ പേര് ഇങ്ങനെ നടപ്പുണ്ട്, അത് നിങ്ങൾ പറഞ്ഞു വിട്ട് നടക്കുന്ന പോലെയാണ്. അത് നിങ്ങൾ പൈസ കൊടുത്ത് നിർത്തിക്കുന്ന പോലെ തോന്നാറുണ്ട് ചില സമയത്ത്. രേണു തന്നെയാണ് അതിനുള്ള ക്യാപ്ഷൻ പറഞ്ഞു കൊടുക്കുന്നതും, അതും കണ്ടിട്ടുണ്ട് പല വീഡിയോയിലൂടെയും. എന്നിട്ട് പറയുന്നു ഞാനൊരു വീഡിയോ ഇടുന്നതിന് എന്നെ ആൾക്കാർ നേറ്റിരുന്നു. സ്വന്തം മോനാണ് പറഞ്ഞത്. കാണുമ്പോഴത്തേക്ക് അമ്മയുടെ വീഡിയോസൊക്കെ കാണാറുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ മറുപടിയാണ് ഒരു കൊച്ച്. അത് പറഞ്ഞ കാര്യമാണ്, നോ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് വിടുവാന്ന്. അതുപോലെ പലരും വിടുന്നുണ്ട്. നമ്മൾ എത്ര വിട്ടെന്ന് പറഞ്ഞാലും വേറെ ഏതെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇത് കയറി വരും നമ്മുടെ മുന്നിലേക്ക്. അങ്ങനെയാണ് മിക്കവർക്കും ഈ ദേഷ്യം വരുന്നത്. അതൊന്നും മനസ്സിലാക്കാനാണോ? അല്ലാതെ ഈ വന്നിരുന്ന നാട്ടുകാരെ തെറി വിളിച്ചിട്ട് കാര്യമില്ല. ഇതുപോലെ വന്ന് ലൈവ് വന്നിച്ച് നാട്ടുകാരെ തെറി വിളിക്കാൻ വീണ്ടും തെറിവിളി തിരിച്ചങ്ങോട്ട് കേൾക്കത്തേ ഉള്ളൂ, അല്ലാതെ ആരും അടങ്ങത്തില്ല. പണ്ടൊക്കെ ആയിരുന്നു മനുഷ്യർക്കൊക്കെ എല്ലാ കാര്യത്തിനും ഒരു പേടി. ഇപ്പോൾ ആർക്കും ഒന്നിനും പേടിയില്ല. എല്ലാ മനുഷ്യരും ഓരോ കാര്യത്തിന് പ്രതികരിച്ചുകൊണ്ടിരിക്കും. മാമിമാരെ കണ്ടല്ലേ വളരുന്നത്. മനസ്സിലായി? അപ്പം ഈ വൃത്തികെട്ട തരങ്ങളാണോ നിങ്ങൾ ഈ കമന്റ് ഇടുന്നത്? നിങ്ങൾക്ക് നാണമുണ്ടോ? ഫേസ്ബുക്ക് മാമിമാരെ നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് എന്നെ തെറി വിളിക്കുന്നത്? ഞാൻ വീഡിയോ ചെയ്യുന്നതാണോ നിങ്ങളുടെ പ്രശ്നം? നിങ്ങളുടെ തലയിൽ കയറിയിരുന്നല്ലോ ഞാൻ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളുടെ തലയിലോ നിങ്ങളുടെ മടിയിലോ കയറിയിരുന്നാണോ ഞാൻ വീഡിയോ ചെയ്യുന്നത്? ഞാൻ എൻ്റെ പ്ലാറ്റ്ഫോമിൽ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ വീഡിയോ ചെയ്യുന്നതിന് നിങ്ങൾ എന്തിനു തെറി പറയുന്നു? തെറി പോട്ടെ, വെറും വൃത്തികെട്ട തരവാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളുടെയൊക്കെ സംസ്കാരമില്ലേ, നിങ്ങളുടെയൊക്കെ സംസ്കാരം. ഞാൻ ആ സംസ്കാരത്തിനോട് ഞാൻ സത്യം പറഞ്ഞ ഞാനായതുകൊണ്ടാണ് ഈ ഭൂമി മലയാളത്തിൽ ഇപ്പോഴും നിൽക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ട് മനസ്സിലായോ? ഇതൊക്കെ കേട്ടിട്ട് ഈ ഭൂമി മലയാളത്തിൽ ജീവിക്കുന്നത്, ഈ ഭൂമി മലയാളത്തിൽ ജീവിക്കണമെങ്കിൽ വലിയ മര്യാദയ്ക്ക് ജീവിക്കുന്നവർക്കൊക്കെ മര്യാദയ്ക്ക് ജീവിക്കാൻ തന്നെ പറ്റുന്നുണ്ട്.
ഈ ഭൂമി മലയാളത്തിൽ വേണ്ടാത്തൊക്കെ കാണിക്കുന്നവർക്കാണ് കൂടുതലും പ്രശ്നങ്ങൾ വരുന്നത്. രേണു തന്നെയാണ് മദ്യപിക്കും, മറ്റത് കാമുകൻ, മറ്റത് മറിച്ചത് എന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ ഇട്ടിട്ടങ്ങ് കൊടുക്കുകയാണ്. ബിഗ് ബോസിൽ നിന്ന് വന്നു കഴിയുമ്പോഴത്തേക്ക് ഒത്തിരി ഞാൻ തന്നെ വിചാരിക്കും ചെയ്തു ഒത്തിരി ഇവരങ്ങ് മാറിയില്ല. ഇവരുടെ സംസാരത്തിനൊക്കെ ഒരു അടുക്കും ചിട്ട, ഒരു പക്വതയും ഒരു സ്റ്റാൻഡേർഡും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അധികം ഈ മറ്റേ നീളത്തിൽ വീണ കുറുക്കൻ്റെ കാര്യം പറഞ്ഞ പോലെ ആയിരുന്നു. അത് അധികം താമസിക്കാതെ തന്നെ അതെല്ലാം മാറിപ്പോയി. ഒറിജിനൽ സ്വഭാവം വീണ്ടും പുറത്തേക്ക് വന്നു. പുള്ളിക്കാരിക്ക് എപ്പോഴും വൈറലായിട്ട് നിൽക്കാൻ തന്നെയാണ് താല്പര്യം. രേണു തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെ നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞു, എനിക്കത് ഇഷ്ടമാണെന്ന് രേണു തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ ആസ്വദിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അത് ഈ പ്രാവശ്യം തന്നെ പറഞ്ഞാണ്. ഈ പ്രാവശ്യം എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ സമയത്ത് പറഞ്ഞ കാര്യമാണ്. കുഞ്ചാക്കോ ബോബനെയും ശാലിനിയും വെച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കുഞ്ചാക്കോ ബോബനെയും ശാലിനിയും വെച്ചൊന്നും രേണുവിന് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അവരൊന്നും വേണ്ടാത്ത കാര്യങ്ങൾ കാണിച്ചല്ല. അവരെ കുഞ്ചാക്കോ ബോബനും ശാലിനിയും നല്ലൊരു നായകനും വരുന്നത്. അപ്പം അവരെ ഇഷ്ടമുള്ള ആരാധകരാണ്. അവർ രണ്ടും കല്യാണം കഴിക്കും എന്നൊരു ഇത് പറഞ്ഞു നേരത്തെ. അതായത് അവരതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. കുഞ്ചാക്കോനും ശാലിനിയും കെട്ടിപ്പിടിച്ചെന്നുള്ള ഫോട്ടോസും കാര്യങ്ങളും, അല്ലെങ്കിൽ അവരും മറ്റു മീഡിയയുടെ മുന്നിൽ വന്നെന്ന് ഓരോ ഗോസിപ്പുകൾ ഉണ്ടാകാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അവരെപ്പറ്റി എനിക്കൊന്നും അങ്ങനെ വലിയ ഗോസിപ്പൊന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. എൻ്റെയൊക്കെ ചെറുപ്പകാലത്തായിരുന്നു അവരുടെ സിനിമകളും കാര്യങ്ങളൊക്കെ കൂടുതലും വന്നിട്ടുള്ളത്. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആ സമയത്ത് വന്ന ആ സിനിമയൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊക്കെ ഇവർ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ അത് അഭിപ്രായം ഇങ്ങനെ പറയുന്നുള്ളതായിരുന്നു. അല്ലാതെ അവരായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. അതേ വെച്ചൊന്നും കമ്പയർ ചെയ്യാതെ രേണു കാണിച്ചു കൂട്ടുന്നതും അവർ കാണിച്ചു കൂട്ടുന്നതുമായിട്ട് അവരുടെ പറ്റിയായിട്ട് കമ്പയർ രേണു കാണിച്ചു കൂട്ടുന്നത് ഓരോരുത്തരുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ചാലി ചേച്ചിക്കൊക്കെ ചാക്കോച്ചനും ചാലി ചേച്ചിക്ക് ചെറിയ എന്തെങ്കിലും ഒരു ഗോസിപ്പ് മതിയായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഗോസിപ്പ് കേട്ടാൽ മതി പഴയ നടന്മാർക്കും കാര്യങ്ങൾ. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലുള്ള എനിക്ക് എന്നെ തൊട്ടാലും വിവാഹമാണ്, ഗോസിപ്പോടെ ഗോസിപ്പാണ്. എന്തായാലും ഞാൻ ചെറുതായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഈ ഗോസിപ്പൊക്കെ. കേട്ടല്ലോ, ഇത് തന്നെയാണ് സത്യം. ഇവർ എൻജോയ് ചെയ്യുന്നുണ്ട്, ഇവർ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവരെ പറ്റി പറയുന്ന ഓരോ കാര്യങ്ങളും ഇവർ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ നിറഞ്ഞിരിക്കത്തില്ല. പലരും വന്ന് പല വീഡിയോകൾക്കും അടി കമൻറ്റ് ഇടുന്നുണ്ട്, നിങ്ങൾ ഇവരുടെ വീഡിയോസ് ചെയ്യാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക. അപ്പോൾ ഇവർക്ക് ഇവരെ ഇത്രയും പബ്ലിക്കിലേക്ക് കൊണ്ടുവരാതെ എന്ന് പലരും പറയാറുണ്ട്. പക്ഷേ ഇവരെ സപ്പോർട്ട് ചെയ്ത് ഇപ്പോഴും എന്നേലൊരു കാര്യം പറയുമ്പോഴത്തേക്ക് ആ പറയുന്നവരെ വന്ന് മോശമായിട്ട് പറയുന്ന കുറേ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഒരു അന്ധമായിട്ടിരിക്കുന്ന കുറേ മനുഷ്യരുണ്ട്, ഒട്ടും തലയ്ക്ക് വെളിവ് വീഴാത്ത കുറേ മനുഷ്യർ. അങ്ങനെ കുറേ പേര് ഇപ്പോഴും ഉണ്ട്. മനസ്സിലായോ? ഞാനായോണ്ട് കാരണം എനിക്ക് ഇവനൊക്കെ പറയുന്ന കേട്ടാൽ എനിക്ക് വെറും രോമമില്ല. ഇതാണ് എടാ, നീ അമ്മായിന്നോ മാമാന്നോ എന്ത് വേണം വിളിച്ചാലും എനിക്കിത് ഇതാണ് ഈ രോമം ഇല്ല വേണ്ടൊന്നും. ഇതാണ്, മനസ്സിലായോ? അതാണ് രേണു. അപ്പോൾ കുറേ വൃത്തികെട്ട കമൻസ് കണ്ടിട്ട് അതുകൊണ്ടാണ് ഞാൻ ഫേസ്ബുക്ക് എന്ന മേഖല ഫേസ്ബുക്ക് ഞാൻ തുറക്കാത്ത. അതുകൊണ്ടാണ് ഫേസ്ബുക്ക് തുറന്നാൽ ഞാൻ ചുമ്മാ കമൻറ്റ് നോക്കിയത്. ആണോ മാനം കെട്ട വൃത്തികെട്ടവരാണോ നിങ്ങളെന്ന് ഞാൻ ആലോചിക്കും. ഈ ഫേസ്ബുക്കിൽ ചീത്തയും നെഗറ്റീവും പറയുന്ന ഈ അമ്മാവന്മാരെന്നാ നമുക്ക് ഉളുപ്പില്ലേ? ഉളുപ്പ് എന്ന് പറയുന്നൊരു സാധനമില്ല. ഞാനിവിടെ ഹെയർ ചെയ്യും, അതാ ഞാൻ ക്യാമറ ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നത്, അവരെ കാണണ്ടല്ലോ എന്ന്. ഇതിൻ്റെ ബാക്കിയായിട്ട് ഇനി വേറെയും കുറേയൊക്കെ ഉണ്ട് കേട്ടോ. കാര്യം എന്നാന്ന് വെച്ചാൽ രേണുവിനെ ആരോ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് അയാളുടെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അയാൾ പറഞ്ഞേക്കുന്ന കമൻറ്റ് അത് ആരോ അയച്ചു കൊടുത്തതെന്ന് രേണു പറഞ്ഞതൊന്നും പക്ഷേ രേണു എല്ലാം കാണുന്നുണ്ട്. ഒന്നും അത്രയ്ക്ക് ഭയങ്കര തിരക്ക്. നമുക്ക് ഏതൊരു മനുഷ്യനും നമുക്ക് കുറച്ച് സമയം കിട്ടും. എത്ര തിരക്കാന്ന് പറഞ്ഞാലും കുറച്ച് സമയം കിട്ടാതിരിക്കത്തില്ല. രേണു പറയുന്നിടത്തുനിന്ന് രേണു ഭയങ്കര തിരക്കാന്നുള്ളത് രീതിക്ക് രേണു ഈ സോഷ്യൽ മീഡിയ കിടന്ന് തിരക്കാവുന്നുണ്ട്. അല്ലാതെ രേണു പേഴ്സണലായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത്രയും തിരക്കുണ്ടെന്ന് തോന്നുന്നില്ല. കാര്യം എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ പറയാം, കഴിഞ്ഞ ദിവസത്തെ ആ ഒരു വീഡിയോയ്ക്ക് അടി വന്ന കുറേ കമൻറ്റുകൾ വളരെ മോശമായിട്ടിരുന്നു. അതുപോലെ തന്നെ രേണു വന്നിച്ച് കയ്യിൽ രോമം പറിച്ച് കാണിക്കുക, അത് രോമം ഇല്ല എന്ന് പറഞ്ഞ് പറിച്ച്, ഇതൊക്കെ വളരെ മോശമായിട്ട് ഇവരുടെ ഒരു സ്റ്റാൻഡേർഡ് തന്നെ പോകുന്ന കാര്യം. കിച്ചുവിൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ കിച്ചുവിൻ്റെ വീഡിയോ എടുത്ത് ഞാൻ റിയാക്ട് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ഒന്നും പറയാൻ പോയില്ല. കാര്യം എന്ന് വെച്ചാൽ അതിനേക്കാൾ കൂടുതലാണ് അമ്മ കിടന്ന് കാണിക്കുന്നത്. പിന്നെ മകൻ കിടന്ന് കാണിക്കുന്നത് നമ്മൾ ഇതായിട്ട് പറഞ്ഞാൽ പിന്നെ ചെറുക്കൻ എന്തെങ്കിലും കാണിക്കട്ടെ എന്നുള്ള രീതിക്ക് ഞാൻ വലിയ നെഗറ്റീവ് പറയാൻ പോയില്ല. അതിനകത്ത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കര നെഗറ്റീവായിട്ട് തന്നെയാണ് എല്ലാവരും റിയാക്ട് ചെയ്തേക്കുന്നത്. കാര്യം ഇതൊക്കെ വളരെ മോശമാണ്. ഇങ്ങനെയൊക്കെ വന്ന് ഇവരൊന്നും അല്ലൊരു സോഷ്യൽ മീഡിയ വലിയതായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇത്രയും മോശമായിട്ടൊക്കെ ഇങ്ങനെ വന്ന് ഓരോന്നും കാണിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ രേണു തന്നെ ഇങ്ങനെ ഓരോന്നും പറയുന്നത്. ഇപ്പം ഈ രേണുവിനെതിരായിട്ട് ആൾക്കാർ സംസാരിക്കുന്നെന്ന് പറയുന്നു. ഈ കഴിഞ്ഞ ദിവസം നടന്ന ദീപകിൻ്റെ വിഷയത്തെപ്പറ്റി രേണുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. രേണു പ്രതികരിക്കുന്നുണ്ടല്ലോ ഇല്ലേ? രേണു സൈഡിൽ നിന്നൊന്നും അല്ലല്ലോ, ആ പെൺകുട്ടിക്ക് സൈഡിൽ നിന്നല്ലല്ലോ സംസാരിക്കുന്നത്. രേണു പ്രതികരിക്കുന്നുണ്ട്. ആ പെൺകുട്ടിക്ക് സൈഡിൽ നിന്നും ദീപകിന് സൈഡിൽ നിന്നും രണ്ട് സൈഡിൽ നിന്നും ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് പ്രതികരിച്ചത്? അത് രേണുവിൻ്റെ രീതിക്കുള്ള രേണുവിൻ്റെ അഭിപ്രായം പറഞ്ഞു രേണു ഇല്ലേ? രേണുവിനെ ശരിയെന്ന് തോന്നിയ കാര്യം രേണു പറഞ്ഞു. അതുപോലെയാണ് രേണു ഇടുന്ന ഓരോ വീഡിയോയ്ക്കും രേണുവിനെ പറയുന്നതും ആൾക്കാർ ചെയ്യുന്നത്. അവർക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ അവർ പറയുന്നുള്ള അഭിപ്രായങ്ങൾ പറയുന്നത്. അപ്പോൾ ഇതൊന്നും നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇങ്ങനെ കാണുന്നു.
ഇതിന് മുന്നേ കുറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരാരും എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ചെയ്തിട്ടില്ല, സൂസൈഡ് ഒന്നും ചെയ്തില്ല. പക്ഷെ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇദ്ദേഹം അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലായിരിക്കും. അദ്ദേഹം എന്താ പറയുക, തിരക്കുള്ള ബസ്സിൽ എന്തായാലും നമ്മൾ മുട്ടുകയും അതൊക്കെ ചെയ്യുമല്ലോ, അറിയാണ്ടായിരിക്കും അത് ചെയ്തത്. അപ്പം അത് വൈറലാകാൻ, ഞാൻ അറിഞ്ഞത് വെച്ച് ആ പുള്ളിക്കാരി വൈറലാകാൻ വേണ്ടിയിട്ട് അങ്ങനെ കാണിച്ചു തന്നെയാണെന്നാണ് എൻ്റെ അറിവ് വെച്ചിട്ട്, ഞാൻ കണ്ടതും കേട്ടതും വെച്ചിട്ട് അറിവ്. അപ്പം അങ്ങനെ ചെയ്തത് മോശമായി പോയി. അതാ ഞാൻ പറഞ്ഞ, പ്രതികരിക്കേണ്ട കാര്യങ്ങൾ മാത്രം പ്രതികരിക്കുക, വെറുതെ ആവശ്യമില്ലാതെ തെറ്റിദ്ധാരണയുടെ പുറത്ത് അങ്ങനെ കാണിച്ചത് തെറ്റായിപ്പോയി. അദ്ദേഹം മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മരിച്ചു പോയത് നമുക്ക് വിഷമമുണ്ട്. പല വിഷയങ്ങളിലും പ്രതികരിക്കാനുള്ള ഒരു വലിയ അവസരമാണ് സോഷ്യൽ മീഡിയ. ആ സോഷ്യൽ മീഡിയ മിസ്യൂസ് ചെയ്തു എന്നല്ലേ പറഞ്ഞു വരുന്നത്? അതെ, തീർച്ചയായിട്ടും മിസ്യൂസ് ചെയ്ത് തന്നെ. അപ്പം നേരെ മറിച്ച് അതിനെ കൃത്യമായിട്ട് നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് വിധേയമാക്കി ആ വീഡിയോ ഷൂട്ട് ചെയ്ത് പോലീസ് അധികാരികൾക്ക് കൊടുത്ത് ഒരു നടപടി അതല്ല ചെയ്യേണ്ടത്. ആ പുള്ളിക്കാരി അതാണ്. അപ്പൊ അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വൈറലാകത്തില്ലല്ലോ. അതാണ് അങ്ങനെ ചെയ്ത് ഇപ്പൊ എല്ലാ എണ്ണവും നോക്കുന്നത്, ഇപ്പം സിനിമാ നടി ആകുന്നതിനേക്കാളും വൈറലാകാനാണ് എല്ലാ എണ്ണം ആഗ്രഹിക്കുന്നത്. കുറെ എണ്ണം ഉണ്ട് അങ്ങനെ ചുമ്മാ വൈറലാകുന്നുണ്ട്, എന്ത് കാണിച്ചാലും വൈറലാകും എന്നുള്ളത്. അതുകൊണ്ട് എത്ര പേർ ഇതാരാ പറയുന്നത്? ഇത് തന്നെയാണ് രേണുവും കാണിക്കുന്നത്. വൈറലാകാൻ വേണ്ടി സോഷ്യൽ മീഡിയ വന്ന് വേണ്ടതും എല്ലാം എടുത്തങ്ങ് ഛർദ്ദിക്കാന്ന് പറയും. ഇതിന് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാകാഞ്ഞിട്ടല്ല വന്ന് കിടന്ന് ഈ കോലങ്ങൾ കാണിക്കുന്നത്. എല്ലാം മനസ്സിലാകുന്നുണ്ട്. കിച്ചു തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ ആ ബെൽറ്റിനുള്ളിലേക്ക് വരാൻ കിച്ചുവിന് താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. അവരുടെ ആ ഒരു ഇതിലേക്ക് നിങ്ങളുടെ ഒരു ഇതിലേക്ക് വരാൻ കിച്ചുവിന് താല്പര്യമില്ല. കാര്യം കിച്ചുവിനും അറിയാം അത്രയ്ക്ക് വലിച്ചു കയറിക്കൊണ്ടിരിക്കുക, അത്രയും മോശം ഇതുണ്ടായിക്കൊണ്ടിരിക്കുവാണ്. രേണുവിന് ഭയങ്കരമായിട്ട് ഇപ്പം അങ്ങ് അഹങ്കാരം കയറിയിട്ടുണ്ട്. അഹങ്കാരം എന്ന് പറഞ്ഞാൽ ചെറിയ രീതിക്കൊന്നുമല്ല, ഭയങ്കരമായിട്ട് ഇപ്പോൾ ഈ കുറച്ച് നാളായിക്കൊണ്ട് ഭയങ്കരമായിട്ട് അങ്ങ് അഹങ്കരിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞല്ലോ, ഒരാളെ പറ്റി സോഷ്യൽ മീഡിയ വന്ന് പറയുന്നതിനെ പറ്റി പറഞ്ഞല്ലോ, ആ ബിഷപ്പിനെ പറ്റി എന്നതെല്ലാമാണ് പറഞ്ഞേക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞ്, വിശപ്പുണ്ടോ ചേച്ചി എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് വിശപ്പെന്നാണ് കേട്ടത്. വിശപ്പെന്ന് ചോദിച്ചാലും വിശപ്പെന്നാണ് ഞാൻ കേൾക്കുന്നതെന്ന്. എന്നത്തിനാണ് ആ ഒരു മനുഷ്യനെ ഇങ്ങനെ വന്നിച്ച് ഓരോന്നും പറഞ്ഞത്. ചില സമയത്ത് രേണുവിന് ബോധം വീഴുന്നുണ്ട്, ആ സമയത്ത് രേണുവിന് മനസ്സിലാവുന്നുണ്ട് കാണിക്കുന്നത് തെറ്റാന്നും മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ രേണു വീണ്ടും ആ ഒരു വൈറലാകാൻ വേണ്ടി വീണ്ടും മോശമായിട്ട് ഇതിലേക്ക് കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിയും തെറ്റും ഒന്നും മനസ്സിലാകാഞ്ഞിട്ടല്ല രേണു കിടന്ന് ഈ കോലംകെട്ടിലെല്ലാം കാണിക്കുന്നത്. പിന്നെ ലൈവിൽ വന്നിച്ച് നാട്ടുകാരെ തെറി വിളിച്ചിട്ട് കാര്യമില്ല. രേണു പറഞ്ഞത് നമുക്ക് സോഷ്യൽ മീഡിയ രേണുവിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് രേണു ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അവരവരുടെ കയ്യിരിക്കുന്ന ഫോണാണ്, അവരവർ ചാർജ് ചെയ്ത നെറ്റാണ്, അതിൽ നിന്ന് അവർക്ക് റിപ്ലൈ വരാം, അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ തെറി വിളിക്കുക എന്നുള്ള കാര്യം അത് ഇച്ചിരി കൂടുതലാണ്. അത് ഓരോരുത്തരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ്. കാര്യം ഭയങ്കര തെറിയാണ് വിളിക്കുന്നത്. നമുക്ക് കേൾക്കുന്നവർക്ക് തന്നെ അങ്ങ് വല്ലാതെ അറപ്പായി പോകുന്ന കൂട്ട് തെറികൾ വിളിക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഓരോരുത്തർ കാണിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ എന്നാ പറയാനായിട്ടാണ്? നമ്മൾ ഒരു മനുഷ്യനോട് ഇഷ്ടക്കേടുണ്ടെങ്കിൽ നമ്മളൊരു തെറി വിളിക്കേണ്ട കാര്യമില്ല. നമ്മളൊന്നെങ്കിൽ അത് വിട്ടുപോകുക, അല്ലെങ്കിൽ കാണാതിരിക്കുക എന്നൊക്കെ ഉള്ളതേ ഉള്ളൂ അതിനുള്ള മാർഗ്ഗമെന്ന് പറയുന്നത്. അല്ലാതെ ഇതുപോലുള്ളൊരു തെറി വിളിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം 2 ആൺകുട്ടികൾ വളർന്നു വരുന്നുണ്ട്, അവരെപ്പറ്റി ഇത്രയും വൃത്തികെട്ട ഭാഷകളൊക്കെ പറയാതെ. കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നു, അതുങ്ങൾക്ക് നാളെ ഒരു ഇതാകത്തില്ല. കൊച്ചുങ്ങൾ മൂത്ത കൊച്ചു പോട്ടെ, അതിന് ചെയ്ത് കേട്ടാലൊന്നും മൈൻഡ് ചെയ്യാത്ത കുഞ്ഞു കൊച്ച് എത്രയുള്ള ഇവരുടെ സ്വന്തം കുഞ്ഞ് തന്നെയല്ലേ. ആ കുഞ്ഞ് വളർന്നു വരുമ്പോഴത്തേക്ക് എൻ്റെ അമ്മയെ പറ്റി ഇതൊക്കെ ആയിരുന്നല്ലോ ആൾക്കാർ പറഞ്ഞതെന്ന് കേൾക്കുമ്പോൾ ആ കൊച്ചിനൊരു മാനസികമായിട്ടൊരു ഇത് വരത്തില്ലേ? അത് ഏതൊരു മക്കൾക്കും വരും. പിന്നെ കിച്ചുവിന് കുറച്ചൊക്കെ രേണുവിനെ കിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല, കേൾക്കത്തില്ല. കാര്യം രേണു ആര് പറഞ്ഞാലും കേൾക്കണമെന്നുള്ള രേണുവിൻ്റെ സംസാരത്തിൽ നമുക്ക് മനസ്സിലായി. നമുക്ക് ചില മനുഷ്യരെ കാണുമ്പോൾ അറിയാം അനുസരണയോട് കൂടി നിൽക്കുന്നതാണോ അതോ അനുസരിക്കാതെ ജീവിക്കുന്നതാണോ എന്നുള്ളത്. അതിൽ ഒരനുസരണയും ഇല്ല, ഞാൻ എൻ്റെ തോന്നിയ പോലെ ജീവിക്കും എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നാട്ടുകാരെ വന്നിരുന്ന് ചീത്ത വിളിക്കാമെന്നേ ഉള്ളൂ, വിളിച്ചിട്ട് ഒരു കാര്യമില്ല. ആരും ഇതൊന്നും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. എല്ലാവരും രേണു ആ ചീത്ത വിളിച്ചിറക്കിയ വീഡിയോയുടെ ഇടയിൽ എന്ത് കമൻറ്റാണ് വന്നിരിക്കുന്നത്, എന്തോരം കമൻറ്റാണ് വന്നിരിക്കുന്നത്. വല്ല ഒരു പരിധിയുണ്ടോ കമൻറ്റിന്? വല്ലതും ആദ്യത്തിൻ്റെ ഇരട്ടിയാണ് മോശമായിട്ടാണ് കമൻറ്റ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ ഒരൊറ്റ ഒരു വീഡിയോയും കൂടെ കണ്ടുകൊണ്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. വലിയൊരു സഹായം എന്ന് പറഞ്ഞാൽ വലിയ സഹായമാണ്. ഒരുപാട് നന്ദിയുണ്ട്. ഒത്തിരി എനിക്ക് വാക്കുകളില്ല പറഞ്ഞറിയിക്കാൻ. സുധിച്ചേട്ടൻ്റെ ആത്മാവ് ഒരുപാട് നന്ദി പറയുന്നുണ്ട് അച്ഛൻ്റെ അടുത്ത്, അതെനിക്ക് കേൾക്കാം. ഇങ്ങനെയൊക്കെ സംസാരിച്ച ഒരു വ്യക്തിയാണ് ആ ബിഷപ്പിനെ വന്നിരുന്ന് ബിഷപ്പാമ്പെന്നും മറ്റു കാര്യങ്ങളും പറഞ്ഞ് മോശമായിട്ട്. ഒരു മനുഷ്യനെ മാനസികമായിട്ട് തകർക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് ഇല്ലേ? നമ്മൾ കുറേ തകർന്ന് കേട്ട് നമുക്ക് മാനസികമായിട്ട് തകർന്ന് കഴിയുമ്പോഴത്തേക്ക് മറ്റുള്ളവരെ കൊണ്ടുമൊക്കെ നമ്മൾ ചീത്ത വിളിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു അഭിമാനം എന്ന് പറയുന്നൊരു സാധനമുണ്ട് ഇല്ലേ? ആ അഭിമാനം എന്ന് പറയുമ്പോൾ അതൊരു പരിധി വിട്ട് കഴിയുമ്പോഴാണ് മനുഷ്യർ ആത്മഹത്യയെപ്പറ്റിയും മറ്റുമൊക്കെ ചിന്തിക്കുന്നത്. കാര്യം സമൂഹത്തിൽ ഇത്രയും ഞാൻ അവഗണിക്കപ്പെട്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു നിമിഷം കൊണ്ട് ആ ഒരു വിഷമം കൊണ്ട് ചിലപ്പോൾ മനുഷ്യർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളാണ്. ഈ ഒരു ചിന്തയുള്ള ഒരാൾ ആ ഒരു ബിഷപ്പിന് ഇനിയേലും വേണ്ടാത്ത വർത്തമാനങ്ങൾ പറയാതിരിക്കുക, വായിന്ന് ആവശ്യമില്ലാത്ത തുപ്പാതിരിക്കുക. നിങ്ങളുടെ ലോകമായിട്ട് നിങ്ങളങ്ങ് ഇഴുകിച്ചേർന്ന് പോവുക, നിങ്ങളുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ നടന്നോളുക, ആരും ഒന്നും പറയാൻ വരത്തില്ല. ഇടയ്ക്കിടയ്ക്ക് വന്ന് അദ്ദേഹത്തെ ഇങ്ങനെ ഒരുമാതിരി, എനിക്കൊന്ന് ഫിറോസിനെ ഇപ്പം അങ്ങനെ ഇവരൊന്നും പറയാറില്ല. കാര്യം ഫിറോസിനെ പറഞ്ഞിട്ട് വലിയ അങ്ങോട്ടൊരു
പബ്ലിക്കിലേക്ക് അങ്ങോട്ട് വലിയ ഇതായിട്ട് അങ്ങോട്ട് പോകുന്നില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം ഇവർ കൂടുതലും ബിഷപ്പിനെയാണ് പറയുന്നത്. കാര്യം അതാകുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ സമുദായത്തിലുള്ളവരൊക്കെ ഒന്ന് ഏറ്റു പിടിക്കാൻ വരുമല്ലോ. എത്രയുള്ളൂ അവനവൻ്റെ ജാതിയെ പറയുമ്പോഴത്തേക്ക് ആരാണെങ്കിലും എന്നെ ഇതിലേക്ക് ഒന്ന് പറഞ്ഞെന്നിരിക്കും. ജാതി അല്ലേ പോലും ആൾക്കാർ പ്രതികരിക്കുന്നുണ്ട് ബിഷപ്പിനെ പറയുന്നതിനകത്ത്. അങ്ങനെ പറയുന്നിടത്ത് ഇപ്പം ഈ പറഞ്ഞ നന്ദിയും കാര്യങ്ങളും ഒക്കെ ആ അന്നേരത്തേക്കേ ഉള്ളൂ. നമ്മൾ എത്രയാണെന്ന് പറഞ്ഞാലും എത്ര കാലം കഴിയുന്ന പറഞ്ഞാൽ നമുക്ക് ഒരാളൊരു കാര്യം ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ നന്ദി വേണം അവരോട് നന്ദി വെച്ച് കടപ്പാടിന് പോയില്ലേലും വന്നിച്ചില്ലേലും നിന്ദിക്കാതിരിക്കുക, അത്രയേ ഉള്ളൂ. എന്നാൽ ഈ ഒരു ലൈവ് കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനൊന്ന് പ്രതികരിക്കണമെന്ന് തോന്നി. കാര്യം ദീപകിൻ്റെ കാര്യത്തിന് അത്രയും സംസാരിക്കാനായിട്ട് രേണു വന്നല്ലോ, രേണു അത്രയും പറഞ്ഞല്ലോ. അത് പറഞ്ഞ് എന്തുകൊണ്ടാണ് രേണുവിന് അത് തെറ്റെന്ന് തോന്നിയോണ്ടല്ലേ രേണു പറഞ്ഞത് എന്ന് പറയുന്നത് തന്നെയാണ്. രേണു കാര്യം നമ്മൾ ചെയ്യുന്ന തെറ്റ് നമുക്ക് മനസ്സിലാകത്തില്ല. ഇന്നും ഷിംജിതെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. മറ്റേ അറയ്ക്കലോ പുള്ളിക്കാരുടെ പേര് മൊത്തം മറന്നുപോയി. ആ പുള്ളിക്കാരിയും കാര്യങ്ങളും ഒക്കെ ഒത്തിരി പേര് സപ്പോർട്ട് ഉണ്ട്. നമ്മുടെ 24-നകത്തൂടെ ശ്രീകണ്ഠൻ നായർ നമ്മൾ തമ്മിൽ എന്ന് പറഞ്ഞ പരിപാടി വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അതിനകത്തൂടെ അവർക്ക് സപ്പോർട്ടായിട്ട് പറയുന്ന ഒരുപാട് പേരുണ്ട്. അതാ പറഞ്ഞത്, രണ്ട് അങ്ങനെയും സൈഡിൽ പറയുന്നുണ്ട്, തെറ്റും പറഞ്ഞു. അപ്പോൾ രേണുവിന് തെറ്റാണെന്നും അദ്ദേഹത്തെ അങ്ങനെ മാനസികമായിട്ട് പീഡിപ്പിക്കാൻ പാടില്ലായിരുന്നെന്നും ഒക്കെ രേണുവിന് തോന്നിട്ടെ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുക ആ ഒരു ബിഷപ്പിനെ എത്രമാത്രം മാനസികമായിട്ട് പീഡിപ്പിക്കുന്നുണ്ടെന്നുള്ളത്. ഇതെല്ലാം നമുക്ക് ഈ ഒരു ഫീൽഡെന്ന് പറഞ്ഞാൽ, ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് തവണ വീഡിയോ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫീൽഡെന്ന് പറഞ്ഞാൽ തിളങ്ങി നിൽക്കുമ്പോൾ മാത്രമുള്ളതാണ്. ഇതിനേക്കാൾ വലിയ സ്റ്റാറുകൾ തിളങ്ങി നിന്നവരൊക്കെ ഇന്നിപ്പോൾ എവിടെയാണെന്ന് പോലും അറിയത്തില്ല. ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു മോഹൻലാലിനേക്കാൾ ഹൈലായിട്ട് നിന്നൊരു നടനാണ് റഹ്മാൻ പോട്ടെ ശങ്കർ എന്ന് പറഞ്ഞത്. ആ ഒരു നടത്തി മോഹൻലാൽ വില്ലനും ശങ്കർ നായകനുമായിട്ട് വന്നതാണ്. ഇന്നിപ്പോൾ ആ ശങ്കർ എവിടെ നിൽക്കുന്നു? എന്തോരം പടങ്ങൾ നമ്മൾ പണ്ടുള്ള പടങ്ങൾ നോക്കിയാൽ ശങ്കർ മേനകെ മാത്രമേ ഉള്ളൂ. അംബിക, ഇങ്ങനെ ഇവരെല്ലാം കൂടി ജോഡിയായിട്ട് ശങ്കർ എന്ന് പറയുന്നൊരു നടനേ ഉണ്ടായിട്ടുള്ളൂ. അവരെവിടെ നിൽക്കുന്നിപ്പോൾ? അവരെ കാണാൻ പോലും. അതുപോലെ റഹ്മാൻ എങ്ങനെ കയറി വന്നൊരു നടനാണ്, എവിടെ ഉണ്ട്? അഥവാ ഈ ഒരു ഫീൽഡെന്ന് പറഞ്ഞാൽ നമുക്ക് ലക്കുള്ള സമയത്ത് മാത്രം നമ്മൾ ഇതായിട്ട് പോകുന്നതാണ്. അത് കഴിയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നായികമാരായിട്ട് വരുന്നവർക്ക് ഒരു സമയം വരെയുള്ളൂ അതിനകത്ത് നിൽക്കാനുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ അവരൊക്കെ ഒരു മൂലയിലോട്ട് പോകത്തേ ഉള്ളൂ. അതൊന്ന് ചിന്തിക്കുക. ഉള്ള സമയത്ത് 10 പൈസ ഉണ്ടാക്കി കരുതി വെക്കാൻ നോക്കുക. അല്ലാതെ ഇങ്ങനെ മനുഷ്യരുടെ പ്രാക്കും ചീത്തവിളിയും കേട്ട് നടക്കാതെ ഉള്ള സമയത്ത് നല്ലത് മാത്രം വെക്കുക. പിന്നീട് എപ്പോഴേലും ഇരുന്ന് ഓരോന്നും കാണുകയും എടുക്കുകയും ചെയ്യുമ്പോൾ ഒന്ന് ഓർക്കാനായിട്ട് കുറച്ചെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.